welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ ട്യൂട്ടോറിയലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുണ്ടല്ലോ അതിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇൻഷോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് ഇൻഷോട്ട്. അപ്പം നമുക്ക് ടൈമൊന്നും കളയേണ്ട നേരം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, പിന്നെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാൻ പറ്റേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈയിടെയായിട്ട് നമ്മുടെ ചാനലിൽ ഗെയിമിംഗ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഗെയിമിംഗ് വീഡിയോസൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2-3 ഡ്രാഫ്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനിയും വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ന്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ന്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ വീഡിയോസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ കുറേ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്പൈഡർമാൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ജസ്റ്റ് അതൊന്ന് ഞാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഒരു സിസേഴ്സിൻ്റെ ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴും അതിനകത്ത് നിന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിം ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു. എന്നിട്ട് നിങ്ങൾ ടിക്ക് അടിച്ചാൽ അത് ട്രിം ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും ഒക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫോട്ടോസ് സെലക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ താഴത്തായിട്ടൊരു ഗ്രീൻ ടിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 സൈഡിലായിട്ട് വൈറ്റ് കളർ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ കറക്റ്റ് ഒരു റേഷ്യോയുടെ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ ജസ്റ്റ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്യാൻവാസ്, മ്യൂസിക്, സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്യാൻവാസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഇത് കിടക്കുന്നത് 16:9 റേഷ്യോയിലാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ റേഷ്യോയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ റേഷ്യോസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടിക്ടോക്കിൻ്റെ വരെ ഉണ്ട്. ടിക്ടോക്ക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ കറക്റ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോ ഫ്രെയിമോ ഒരു ഫ്രെയിമും ഇല്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആ റേഷ്യോ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടിക്ക് അടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. അപ്പം ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കറക്റ്റ് ഫ്രെയിമിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല പിക്ചേഴ്സും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് സ്ക്രീന് വല്ല ആവശ്യമുണ്ടെങ്കിൽ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ബ്ലാക്ക് സ്ക്രീൻ വേണമെങ്കിൽ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ആണ് കയറ്റേണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ വീഡിയോസും ഫോട്ടോസിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ പ്രൊഫൈലായിട്ട് ഈ ഫോട്ടോയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആക്കണമെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനകത്തുനിന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, പ്രസ് ചെയ്ത് പിടിക്കുമ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അത് ഫസ്റ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പം വീഡിയോ പ്ലേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കാണാമല്ലോ, അതുപോലെയാണ്. ഓക്കെ, ഇനിയിപ്പം ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് സംഭവം 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് റെക്കോർഡാണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഓവർ വോയിസ് ഡബ് ചെയ്ത് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ എഫക്ട്സ് ആണ്. എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിഷൻസ് അങ്ങനെ കുറേ എഫക്ട്സിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പം
ട്രാക്സ് ആണ്. ഓക്കെ, ട്രാക്സ് എന്ന് പറയുമ്പോൾ ഇവർ തന്നെ കുറേ മ്യൂസിക്കിൻ്റെ ഒരു ഫയല് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കുറേ മ്യൂസിക്കുകൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് നമ്മുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൈ മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക്കിൽ ഏതൊക്കെ മ്യൂസിക്കുകളാണോ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് എന്ന് പറയുന്നത് ഇതിനകത്തൊന്ന് അടിക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കുക, നമ്മുടെ മ്യൂസിക് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മുടെ മ്യൂസിക് എവിടെയെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ സ്പ്ലിറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ സൗണ്ട് വോളിയം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വോളിയത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവഴി കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതും ഒക്കെയാണ്. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ടിക്ക് അടിച്ചാൽ കറക്റ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുറേ സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വേറെ സ്റ്റിക്കേഴ്സ് നമുക്ക് വീഡിയോസ് ആഡ്സ് കണ്ടിട്ട് നമുക്ക് വേറെ സ്റ്റിക്കേഴ്സ് എടുക്കാൻ പറ്റും. ഗിഫ്റ്റുകൾ വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ വേറെ ഒന്നെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആഡ്സൊക്കെ കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഇതിന് ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ ടിക്ക് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ പ്ലേ ആയിക്കോളും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളെ ടെക്സ്റ്റാണ്. ഓക്കെ, സ്റ്റിക്കേഴ്സിൻ്റെ അപ്പുറത്തായിട്ട് ടെക്സ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഞാനിവിടെ ടെക്സ്റ്റ് എന്നാണ് അടിക്കുന്നത്. ടെക്സ്റ്റ് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ആ എഴുതിയേക്കുന്ന കളർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കളറിൻ്റെ ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കളർ കുറേ നമുക്ക് മാറ്റാൻ പറ്റുക, റെഡാക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതിനോട് ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിന് ഇപ്പം ഒപ്പാസിറ്റി ഇത്തിരി കുറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നിങ്ങളതൊന്ന് കൂട്ടി കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ തെളിഞ്ഞു വന്നോളൂ. ഓക്കെ, ഇപ്പം 100-ലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ടെക്സ്റ്റിലേക്ക് വന്നിട്ട് നമ്മൾ കറക്റ്റൊരു കറുപ്പ് ബോർഡറും കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിട്ടുണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് കളർ മാറ്റാം. ഓക്കെ, അങ്ങനെ കുറേ മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ ബോർഡർ നമുക്ക് ബോർഡറിൻ്റെ ഒരു ഇതൊക്കെ ഒരു ഷാർപ്പ്നെസ് ഒക്കെ നമുക്ക് അവിടെ കൂട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഷാഡോ, ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷാഡോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഷാഡോ അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഷാഡോ വന്നിട്ടുണ്ട്. പിന്നെ ലേബല്, പിന്നെ വേറെ ഫോണ്ട് പോലത്തെ വേറെ സൈസിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഒപ്പാസിറ്റി അതാണ് ഇതിനകത്തുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ കളറിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഫോണ്ട്, നമ്മുടെ ഇത് എഴുതുന്നതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണയാണിത്. ഓക്കെ, പിന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ 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 എല്ലാം കാണാനൊരു രസമുണ്ട്, എല്ലാം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ അതും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിൽറ്ററാണ്. ഓക്കെ, ഫിൽറ്റർ എന്ന് പറയുമ്പോൾ കുറേ കളർ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അതുപോലെ കുറേ ഫിൽറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എഫക്റ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ തന്നെയായിട്ട്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചില ആൽബം പോലത്തെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പിന്നെ അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതൊക്കെ സംഭവങ്ങളാണ്. അതൊക്കെ മെയിൻലി യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഫോട്ടോസിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധികം വീഡിയോസിലൊന്നും അങ്ങനത്തെ എഫക്റ്റുകളോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ അത് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫിൽറ്റർ കഴിഞ്ഞാൽ ഡ്യൂറേഷനാണ്. വീഡിയോയുടെ ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനത് കുറയ്ക്കണില്ല.
പിന്നെയെന്ന് പറയുമ്പോൾ നമുക്കിപ്പം ജസ്റ്റ് എൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പം നിങ്ങൾ ആ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചാൽ അത് അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം ജസ്റ്റ് നേരത്തെ കാണിച്ച ക്യാൻവാസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ കളർ ഉണ്ടല്ലോ അതങ്ങ് മാറും. പിന്നെ നിങ്ങൾക്ക് ബ്ലറാക്കാം ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസ് ഇടാം, അതുപോലെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഇതാണ് ഇടുന്നത്. ഓക്കെ, അപ്പം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ സ്പീഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് നമുക്ക് കൂട്ടാം കുറയ്ക്കാം, നമുക്ക് സ്ലോ ആക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ക്രോപ്പിംഗ്, അത് നമ്മുടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാം, അതും നമ്മുടെ ക്യാൻവാസിലൊക്കെ തന്നെ വരുന്ന സംഭവമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫോം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ ഫ്രീസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പിക്ചറാണെങ്കിൽ അത് നമ്മൾ വീണ്ടും ഒരു 2-3 മിനിറ്റത്തേക്ക് നമ്മളത് ഫ്രീസാക്കി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പം വീണ്ടും നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ട്രിം ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെയായിട്ട് നിങ്ങൾക്ക് സംഭവം കാണാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ട്രിം ചെയ്യാവുന്നതാണ്. അപ്പം ട്രിമ്മിങ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ, അത് ഭയങ്കര ഈസിയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇൻഷോട്ട് എന്ന് പറഞ്ഞ് വാട്ടർമാർക്ക് അതിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ക്രോസ് ബട്ടൺ അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് പോകും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്രോസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇൻഷോട്ട് പ്രോ, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റിമൂവ് പെർമനൻ്റ്ലി, നമ്മുടെ ആ വാട്ടർമാർക്ക് റിമൂവൽ പെർമനൻ്റ്ലി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ 190 രൂപ നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഡ്സ്, എന്തെങ്കിലും പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മളതൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ വൈറ്റ് ഹാറ്റ് ജൂനിയറിൻ്റെ ഒരു പരസ്യം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അത് പോയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫീച്ചേഴ്സ്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെയറായിട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്തൊരു മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിത് സേവ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് മേളിൽ ഒരു സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ സേവ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സേവിൻ്റെ താഴെ ഡിലീറ്റ് ദി ഒറിജിനൽ വീഡിയോ വിൽ ഡാമേജ് ദി ഡ്രാഫ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഡ്രാഫ്റ്റിൽ അത് കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഡ്രാഫ്റ്റ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഒന്നും കൂടി റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് അടിക്കുക. ഓക്കെ, അപ്പോൾ അവർ ഏത് ക്വാളിറ്റിയിലാണ് നമ്മൾ അടിക്കുന്നത്, സാധാരണ ഞാൻ കൊടുക്കുന്നത് 720p ആണ് കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാനപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ലോഡിംഗ് ആണ്, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ആഡ് വന്നതാണ്. ഓക്കെ, ഇപ്പോൾ അത് കൺവെർട്ടിങ് വീഡിയോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഫുള്ള് ഒരു 100 വരെ കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കും. അത്രയും നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ അവിടെ ഫുൾ സെറ്റപ്പായി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫുൾ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഹോമിൻ്റെ ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഹോമിലേക്ക് റിട്ടേൺ ആവും. ഗൈസ്, അപ്പം നമ്മുടെ എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇത്രയെങ്കിലും എഡിറ്റിംഗ് ഒക്കെ സംഭവങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങളും ഒരു വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതിപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത്രയെങ്കിലും എഡിറ്റ് ചെയ്യാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളായിട്ട് ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്തൊന്ന് നോക്കുക. ഓക്കെ, അപ്പം നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സീ സൂൺ.